ഹായ് എവരിവൺ, തിയറി ഓഫ് സ്റ്റെക്കേഴ്സിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോർഷൻ ഓഫ് സർക്കുലർ ഷാഫ്റ്റ് എന്നുള്ള ടോപ്പിക്കാണ്. തേർഡ് മൊഡ്യൂൾ വരുന്ന ടോപ്പിക്കാണ് ടോർഷൻ ഓഫ് സർക്കുലർ ഷാഫ്റ്റ്. ഓക്കെ, ഇതിൽ തന്നെ വളരെ കൃത്യമായിട്ട് ഏതാണ് ക്രോസ് സെക്ഷൻ എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സർക്കുലർ ഷാഫ്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്തായാലും ടോർഷൻ എന്താണെന്നുള്ളത് ആദ്യം നമുക്ക് ചെക്ക് ചെയ്യാം. ടോർഷൻ ഡെഫിനിഷൻ നോക്കാം. ടോർഷൻ ഈസ് ദി ടേണിംഗ് മൂവ്മെന്റ് ഓർ ട്വിസ്റ്റിംഗ് മൂവ്മെന്റ്. ടേണിംഗ് മൂവ്മെന്റ് ഓർ ട്വിസ്റ്റിംഗ് മൂവ്മെന്റ്. അപ്പൊ എങ്ങനെയാണ് ടേണിംഗ് അല്ലെങ്കിൽ ട്വിസ്റ്റിംഗ് എങ്ങനെയാണ് ഒരു സർക്കുലർ ഷാഫ്റ്റിൽ സംഭവിക്കുക എന്നുള്ളത് നോക്കാം. അങ്ങനെയാണെങ്കിൽ സർക്കുലർ ടോർഷൻ ഓഫ് സർക്കുലർ ഷാഫ്റ്റ് എന്നുള്ളത് കംപ്ലീറ്റ് ആയി. ഓക്കെ, ഞാനൊരു സർക്കുലർ ഷാഫ്റ്റ് വരച്ചു. ഇതില് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, ഒന്ന് ഈ ഡയറക്ഷനിലും മറ്റൊന്ന് ഈ ഡയറക്ഷനിലും, രണ്ട് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ അത് ഈക്വൽ ആവാം, അൺഈക്വൽ ആവാം. ഓക്കെ, അത് വരുന്ന കേസിൽ അവിടെ ഒരു മൊമെന്റ് സംഭവിക്കും. ഓക്കെ, ഇത് ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ സംഭവിക്കുക അത് അനങ്ങാതെ, ഒന്നെങ്കിൽ അത് അനങ്ങാതെ സ്റ്റഡി ആയിട്ട്, കാരണം ഈക്വൽ ഒരു സംഭവം, ഒരു മെറ്റീരിയലിനെ ഒരാൾ ഇങ്ങോട്ടും ഫോഴ്സ് ചെയ്യുന്നു, ഒരാൾ ഇങ്ങോട്ടും ഫോഴ്സ് ചെയ്യുന്നു. അപ്പൊ രണ്ടും ഈക്വൽ ആണെങ്കിൽ അത് സ്റ്റഡി ആയിട്ട് നിൽക്കും. അതേസമയം ഈ ഒരു ഇതില് അല്ലെങ്കിൽ അത് യൂണിഫോം ആയിട്ട് റൊട്ടേറ്റ് ചെയ്യും, ഒരേ സ്പീഡിൽ വേരിയേഷൻ ഇല്ലാതെ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, ദെൻ അൺഈക്വൽ ആയിട്ടുള്ള ഫോഴ്സ് വരുന്ന കേസ് നോക്കാം. ഈ ഓപ്പോസിറ്റ് ആണ്, അൺഈക്വൽ ആയിട്ട് ഈക്വൽ അല്ലാത്ത ടൈപ്പ് ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിലൊരു മൊമെന്റ് സംഭവിക്കും. മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഫോഴ്സ് ഇതിനേക്കാൾ ഗ്രേറ്റർ ആണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഭാഗം കൂടുതലായിട്ട് ഈ ഭാഗത്തോട്ട് റൊട്ടേറ്റ് ചെയ്യും. ഈ ഭാഗത്ത് കൂടുതലാണെങ്കിൽ റൊട്ടേഷൻ ഈ ഭാഗത്തോട്ട് വരും, അവിടെ കുറവായിരിക്കും. ഓക്കെ, ഇതിന്റെ എക്സാമ്പിൾ നമ്മൾ ഈ വസ്ത്രങ്ങളൊക്കെ അലക്കി കഴിഞ്ഞാൽ അത് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ രണ്ടറ്റത്തിലാൾ പിടിച്ചിട്ട് തിരിക്കാറുണ്ട്, ട്വിസ്റ്റ് ചെയ്യാറുണ്ട്. ആ ഒരു ഫോഴ്സ് ആണ് ട്വിസ്റ്റിംഗ്, അതിൽ നടക്കുന്ന ട്വിസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഷാഫ്റ്റിൽ ഓപ്പോസിറ്റ് ആയിട്ട് ഈക്വൽ ആയിക്കോട്ടെ, ഏത് കണ്ടീഷൻ ആയാലും ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ ഇതിലൊരു ട്വിസ്റ്റിംഗ് സംഭവിക്കും. ഈ മൊമെന്റ് കാരണം ആ ട്വിസ്റ്റിംഗ് മൊമെന്റിനെയാണ് ടോർഷൻ എന്ന് പറയുന്നത്. ഈ ഒരു കപ്പിൾ ഫോഴ്സ് എന്നത് റീസൺ. ഈ കപ്പിൾ ഫോഴ്സ് കാരണം, കപ്പിൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ കപ്പിൾ ഫോഴ്സ് രണ്ട് എൻഡിൽ വരുന്ന കാരണം, ഈ എൻഡിൽ വരുന്ന കപ്പിൾ ഫോഴ്സ് കാരണം അതിൽ ട്വിസ്റ്റിംഗ് മൊമെന്റ് സംഭവിക്കും, അല്ലെങ്കിൽ ട്വിസ്റ്റിംഗ് സംഭവിക്കും. ആ ഒരു എഫക്റ്റിനെയാണ്, ട്വിസ്റ്റിംഗ് മൊമെന്റിനെയാണ് ടോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്യുവർ ടോർഷൻ എന്നുള്ളതാണ്. പ്യുവർ ടോർഷൻ എന്നുള്ള ഡെഫിനിഷൻ എത്രയേ ഉള്ളൂ. when the shaft is subjected to the equal and opposite end couples. ഈ ഒരു എൻഡ് കപ്പിൾസ്, രണ്ട് ഫോഴ്സ് അത് ഈ ഓപ്പോസിറ്റ് ആണ്, അതുപോലെ തന്നെ ഇനി ഈക്വൽ കൂടിയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ രണ്ട് ഫോഴ്സും വരുന്ന 10-10 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് കപ്പിൾസ് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഒന്നുകിൽ സ്റ്റഡി ആയിട്ട് നിൽക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, സ്റ്റഡി നിൽക്കാൻ നല്ല സ്റ്റേബിൾ ആയിട്ട് നിൽക്കും, അല്ലെങ്കിൽ യൂണിഫോം ആയിട്ട് റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഷാഫ്റ്റ് ഈസ് സബ്ജക്റ്റഡ് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് എൻഡ് കപ്പിൾസ്. ഇറ്റ് ഈസ് സെഡ് ടു ബി ഇൻ പ്യുവർ ടോർഷൻ. അങ്ങനെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് വരുന്ന കേസിനെയാണ് പ്യുവർ ടോർഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ടോർഷൻ പറഞ്ഞു, പ്യുവർ ടോർഷൻ പറഞ്ഞു. ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഷാഫ്റ്റിൽ നമ്മൾ അതിന്റെ റീഡിങ്സ് വെച്ചിട്ട് ഒരു ഡെറിവേഷൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡെറിവേഷൻ ചെയ്തിട്ടുള്ള, അത് ഇക്വേഷൻ ഫോം ചെയ്തിട്ടുള്ളത് ബേസ്ഡ് ഓൺ ദി ഫോളോയിങ് അസംഷൻസ്. ഓക്കെ, തിയറി ഓഫ് പ്യുവർ ടോർഷൻ, പ്യുവർ ടോർഷൻ കോൺസെപ്റ്റിലാണ് അതിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ളത്. ഓക്കെ, അസംഷൻ നോക്കാം. ഫസ്റ്റ് വൺ, ദി മെറ്റീരിയൽ ഓഫ് ദി ഷാഫ്റ്റ് ഈസ് ഹോമോജീനിയസ് ആൻഡ് ഐസോട്രോപിക്. അതായത് നമ്മൾ ഈ ഡെറിവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ള ഇക്വേഷൻ, അല്ലെങ്കിൽ അതിന് വേണ്ടി യൂസ് ചെയ്ത ഷാഫ്റ്റ് മെറ്റീരിയൽ, ആ മെറ്റീരിയൽ എപ്പോഴും ഹോമോജീനിയസ് ആയിരിക്കണം, അതുപോലെ തന്നെ ഐസോട്രോപിക് ആയിരിക്കണം. ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ അതിൽ ഓരോ കമ്പോണന്റും നിർമ്മിച്ചിട്ടുള്ളത് ഒരേ മെറ്റീരിയൽ, ഒരു ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ സെയിം മെറ്റീരിയൽ, സെയിം കമ്പോണന്റോട് നിർമ്മിച്ചിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കണം. വേറെ നമ്പർ ഓഫ് മെറ്റീരിയൽ ആവാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, സെക്കൻഡ് ഐസോട്രോപിക് എന്ന് പറഞ്ഞാൽ അതിൽ എല്ലാ ഭാഗത്തും സെയിം ഫിസിക്കൽ പ്രോപ്പർട്ടി കാണിച്ചിരിക്കണം എന്നുള്ളത്. ഓക്കെ, അങ്ങനെയുള്ള മെറ്റീരിയൽ ആയിരിക്കണം ചൂസ് ചെയ്യേണ്ടത്. സെക്കൻഡ് പോയിന്റ്, ക്രോസ് സെക്ഷൻ ഓഫ് ദി ഷാഫ്റ്റ് വിച്ച് ആർ പ്ലെയിൻ ബിഫോർ ട്വിസ്റ്റ് റിമെയിൻ പ്ലെയിൻ ആഫ്റ്റർ ട്വിസ്റ്റ്. അതായത് ഒരു ഷാഫ്റ്റിൽ ലോഡ്, കപ്പിൾസ് ലോഡ് കൊടുത്തു, സ്വാഭാവികമായിട്ടും ഇതിന് ട്വിസ്റ്റിംഗ് സംഭവിച്ചു എന്ന് വിചാരിക്കുക. അപ്പോ ഈ ലോഡ് കൊടുക്കുന്നതിന് മുമ്പ് ഇതൊരു പ്ലെയിൻ ആണ് വിചാരിക്കുക. ദെൻ അങ്ങനെയുള്ള കേസാണെന്നുണ്ടെങ്കിൽ ലോഡ് കൊടുത്തു കഴിഞ്ഞാലും സെയിം കണ്ടീഷൻ, പ്ലെയിൻ കണ്ടീഷൻ അറ്റൈൻ ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ള മെറ്റീരിയൽ വേണം
മെറ്റീരിയലാണ് ഇതിൽ ചൂസ് ചെയ്തിട്ടുള്ളതാണ് പറഞ്ഞത്. ക്രോസ് സെക്ഷൻ ഓഫ് ദി ഷാഫ്റ്റ് വിച്ച് ആർ പ്ലെയിൻ ബിഫോർ ടെസ്റ്റ് റിമെയിൻ പ്ലെയിൻ ആഫ്റ്റർ ടെസ്റ്റ്. ടെസ്റ്റിന് മുമ്പും ശേഷം ഇതിന്റെ ഒരു ക്രോസ് സെക്ഷൻ പ്ലെയിൻ എന്നുള്ള രീതിയിലായിരിക്കണം എന്നുള്ളതാണ് സെക്കൻഡ് പോയിന്റ്. സെക്കൻഡ് അസംപ്ഷൻസ്. തേർഡ് വൺ, ടെസ്റ്റ് അലോങ് ദി ലെങ്ത് ഓഫ് ദി ഷാഫ്റ്റ് ഈസ് യൂണിഫോം ത്രൂ ഔട്ട്. ടെസ്റ്റ് അലോങ് ദി ലെങ്ത് ഓഫ് ദി ഷാഫ്റ്റ് ഈസ് യൂണിഫോം ത്രൂ ഔട്ട്. അതായത് ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ടെസ്റ്റ് സംഭവിക്കും. ടെസ്റ്റ് സംഭവിക്കുന്ന സമയത്ത് ആ ടെസ്റ്റ് എന്നുള്ളത് ഈ സെക്ഷനിൽ ത്രൂ ഔട്ട് സെയിം ആയിരിക്കണം. അത് ഒരു പോയിന്റിൽ കുറച്ചധികം ടെസ്റ്റ് വന്നു, ഒരു പോയിന്റ് കുറച്ച് ടെസ്റ്റില് ഒരു പോയിന്റിൽ ടെസ്റ്റ് കുറഞ്ഞു, അങ്ങനെ വരാനുള്ള കണ്ടീഷൻ വരാൻ പാടില്ല. ത്രൂ ഔട്ട് ഇതിന്റെ സെക്ഷൻ ത്രൂ ഔട്ട് സെയിം ടെസ്റ്റിംഗ് ആയിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെയുള്ള മെറ്റീരിയൽ വേണം. അങ്ങനെയുള്ള മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ ഒരു അസംപ്ഷൻ ബേസിലാണ് നമ്മൾ ഇത് സോൾവ് ചെയ്തെടുത്തിട്ടുള്ളത്. ഓക്കെ. ഫോർത്ത് പോയിന്റ്, സർക്കുലർ സെക്ഷൻ റിമെയിൻ സർക്കുലർ ആഫ്റ്റർ ലോഡിംഗ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇങ്ങനെ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ ലോഡ് വരുന്ന കേസിൽ ലോഡ് കൊടുക്കുന്ന സമയത്ത് അതിന് മുമ്പ് സർക്കുലർ സെക്ഷൻ ആണെങ്കിൽ ലോഡ് കൊടുത്തതിന് ശേഷം അതൊരു സർക്കുലർ സെക്ഷൻ ആയിരിക്കണം എന്നുള്ളതാണ്. ദെൻ ഫിഫ്ത്ത് പോയിന്റ്, ഹൂക്സ് ലോ ഈസ് അപ്ലിക്കബിൾ വിച്ച് ഷിയർ സ്ട്രെസ് ബീയിങ് പ്രൊപ്പോർഷണൽ ടു ഷിയർ സ്ട്രെയിൻ. ഇതിൽ സ്വാഭാവികമായിട്ടും ഷിയർ സ്ട്രെയിനും ഷിയർ സ്ട്രെസ്സും ഫോം ചെയ്യും. അത് ഹൂക്സ് ലോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, ഹൂക്സ് ലോ വേറെ അപ്ലിക്കബിൾ എന്താണ് ഒബേ ചെയ്യണം എന്നുള്ളൊരു ഒബേ ചെയ്യും എന്നുള്ളൊരു കേസിലാണ് അസംപ്ഷനിലാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്. ഓക്കെ. സിക്സ്ത് പോയിന്റ്, സിക്സ്ത് വൺ, ഷാഫ്റ്റ്സ് ആർ സബ്ജക്റ്റഡ് ടു ടിസ്റ്റിംഗ് കപ്പിൾസ് in plane that are perpendicular to the axis of the shaft. Shafts are subjected to twisting couples plane that are perpendicular to the axis of the shaft. എന്ന് പറഞ്ഞാൽ ഇവിടെ ലോഡ് വന്നിട്ടുള്ളത് ഇതാണ് ഇതിന്റെ ആക്സിസ്, ഷാഫ്റ്റിന്റെ. ഈ എന്താണ് ട്വിസ്റ്റിംഗ് സംഭവിക്കുന്നത് ഇതിൽ എന്താണ് ലോഡ് വരുന്നത് ഇതിന്റെ പെർപെൻഡിക്കുലർ കണ്ടീഷനിലാണ്, ഈ ആക്സിസിന്റെ പെർപെൻഡിക്കുലർ ആണ് എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയും സിക്സ്ത് പോയിന്റ് ആണ്. 6 അസംപ്ഷൻസ് ആണ് ഇതിൽ പ്രധാനമായും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ അസംപ്ഷൻ ബേസ് ചെയ്തിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ളതും കൂടെ ഓർമ്മിക്കുക. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നേരത്തെ പറഞ്ഞ അസംപ്ഷൻസ് ഓഫ് പ്യുവർ ടോർഷൻ അതുമായി ബന്ധപ്പെട്ട് ഡിറൈവ് ചെയ്തെടുത്ത ഇക്വേഷൻ ആണ്. ടോർഷൻ ഇക്വേഷൻ എന്നാണ് അറിയപ്പെടുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഇതിന്റെ ഡെറിവേഷൻ വരുന്നുണ്ട്, നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല. ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ടോർഷൻ എഫക്ട്, ഒരു ഷാഫ്റ്റിൽ വരുന്ന ട്വിസ്റ്റിംഗ് മൂവ്മെന്റ് കാരണം ഉണ്ടാകുന്ന കംപ്ലീറ്റ് എഫക്ട് ഈ ഒരു ഇക്വേഷൻ വെച്ച് നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇക്വേഷൻ ഇതാണ്. ടി ബൈ ജെ ഈക്വൽ ടു ക്യു എസ് ബൈ ആർ ഈക്വൽ ടു ജി തീറ്റ ബൈ എൽ. ഓരോ ടേംസ് എന്താന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ടി ഈക്വൽ ടു മാക്സിമം ട്വിസ്റ്റിംഗ് മൂവ്മെന്റ്. ഓക്കെ, ഷാഫ്റ്റിൽ വരുന്ന മാക്സിമം മൂവ്മെന്റ്, ട്വിസ്റ്റിംഗ് മൂവ്മെന്റ് എത്രയാണ് മാക്സിമം ട്വിസ്റ്റിംഗ് വരിക, ആ മാക്സിമം വാല്യൂ ആണ് ടോർക്ക്. ടി ആണ് സിമ്പല്, ടോർക്ക് എന്ന് പറയാം. ഓക്കെ, ജെ എന്ന് പറഞ്ഞാൽ പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ. ജെ എന്ന് പറഞ്ഞാൽ പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഇതിന്റെ കൂടെ തന്നെ ശ്രദ്ധിക്കുക, നമ്മളത് സർക്കുലർ ഷാഫ്റ്റ് ആണ്. അപ്പൊ ജെ ഈക്വൽ ടു സർക്കുലർ ഷാഫ്റ്റ്. അതിൽ ജെ വരുന്ന കേസിൽ ജെ ഈക്വൽ ടു 5/32 into d raised to 4. ഓക്കെ, സർക്കുലർ ഷാഫ്റ്റിന്റെ കേസിൽ ജെ ഈക്വൽ ടു 5/32 into d raised to 4 ആണ് പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഓക്കെ, അതായത് നമുക്കറിയാം ജെ ഈക്വൽ ടു സാധാരണ IXX പ്ലസ് IYY എന്ന് പറയുന്നതൊന്നും ആവശ്യമില്ല. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് 5/32 d raised to 4 വന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറയണം. IXX പ്ലസ് IYY. IXX നമുക്കറിയാം 5/64 into d raised to 4. 5/64 into d raised to 4 ആണെന്ന് അറിയാം. സർക്കുലർ സെക്ഷൻ ആയതുകൊണ്ട് 5/64 into d raised to 4 ആണ് IYY. ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 5/32 into d raised to 4 ആയിരിക്കും. സോറി, ഇത് സ്റ്റെപ്പ് കാണിക്കുന്നില്ല, എങ്ങനെ വന്നു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി സർക്കുലർ സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇക്വേഷൻ J is equal to 5/32 into d raised to 4 minus d raised to 4. സർക്കുലർ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇങ്ങനെയാണ്. ക്രോസ് സെക്ഷൻ വ്യൂവിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഔട്ടർ ഡയമീറ്റർ ക്യാപിറ്റൽ ഡിയും ഇന്നർ ഡയമീറ്റർ സ്മോൾ ഡിയും വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കേസിലാണ് 5/32 into d raised to 4 minus d raised to 4 എന്ന ഇക്വേഷൻ യൂസ് ചെയ്യാറുള്ളത്. പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഈ ഇക്വേഷൻ കൃത്യമായിട്ട് പഠിക്കുക. ഇതിൽ വരുന്ന ഓരോ ടേംസ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഏത് പ്രോബ്ലംസ് വളരെ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പൊ ടി എന്ന് പറഞ്ഞാൽ മാക്സിമം ടോർക്ക്, ജെ എന്ന് പറഞ്ഞാൽ പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ. പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ രണ്ട് കേസിലെ വരിക. അതായത് സർക്കുലർ ഷാഫ്റ്റിൽ തന്നെ ഹോളോ ഉള്ളതും സർക്കുലർ സെക്ഷൻ, ഹോളോ സർക്കുലർ സെക്ഷൻ
ഹോളോ സർക്കുലർ സെക്ഷൻ, അതല്ലാതെയുള്ള സർക്കുലർ സെക്ഷൻ വരുന്ന കേസിലും. ഓക്കെ. ദെൻ നെക്സ്റ്റ് ടൈം ഷിയർ സ്ട്രെസ്, QS എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ് ഇത് ഫോം ചെയ്യണം ഷാഫ്റ്റിൽ ലോഡ് കൊടുക്കുന്ന സമയത്ത് ഫോം ചെയ്യുന്നതാണ് ഷിയർ സ്ട്രെസ്. ഓക്കെ. ദെൻ R എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ഷാഫ്റ്റ്. റേഡിയസ് ഓഫ് ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതിന്റെ റേഡിയസ്, ഈ ഒരു സർക്കുലർ സെക്ഷൻ വരുന്ന സമയത്ത് അതിന്റെ റേഡിയസിനെയാണ് R എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് G എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് റിജിഡിറ്റി, അത് നമുക്കറിയാം അതിന്റെ ഒരു കോൺസ്റ്റന്റ് ആണ്. ദെൻ തീറ്റ ഈക്വൽ ടു ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. ഓക്കെ. അത് ട്വിസ്റ്റിംഗ് സംഭവിക്കുന്ന സമയത്ത് അതിൽ എത്ര ആംഗിൾ ആണ് ട്വിസ്റ്റ് സംഭവിക്കുന്നത് ആ ഒരു ഡാറ്റ, ആ ഒരു വാല്യൂ കണ്ടുപിടിക്കാൻ അതിന്റെ സിമ്പിൾ ആണ് തീറ്റ ഈക്വൽ ടു ആംഗിൾ ഓഫ് ട്വിസ്റ്റ് എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് ടൈം ലെങ്ത് ഓഫ് ഷാഫ്റ്റ്, L is equal to length of shaft. ഓക്കെ. ആ ഷാഫ്റ്റ് നമ്മൾ എടുക്കുന്ന ഷാഫ്റ്റിന്റെ സർക്കുലർ ഷാഫ്റ്റിന്റെ ലെങ്ത് ആണ് ലെങ്ത് ഓഫ് ഷാഫ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഓരോ ടൈംസ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. T/J, T ടോർക്ക്, മാക്സിമം ട്വിസ്റ്റിംഗ് മൊമെന്റ്, J is equal to polar moment of inertia, QS shear stress, R radius of shaft, G modulus of rigidity, theta angle of twist, then L is equal to length of shaft. ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഇക്വേഷനിൽ. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മറ്റൊരു ഇക്വേഷൻ എന്നുള്ളത് പോളാർ മോഡുലസ് ഓഫ് സെക്ഷൻ. പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ പറഞ്ഞു, അത് വേറെ ടൈം. അടുത്ത് പോളാർ മോഡുലസ് ഓഫ് സെക്ഷൻ. പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ പറഞ്ഞു, ഇത് അടുത്ത ടൈമാണ്. പോളാർ മോഡുലസ് ഓഫ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം T/J is equal to QS/R. ഈ ഒരു ടൈംസിൽ നമുക്ക് സോൾവ് ചെയ്യുന്ന സമയത്ത് T/QS is equal to J/R എഴുതാൻ പറ്റും ഇക്വേഷനിൽ. ഈ J നെ ഇക്വേഷന്റെ റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ടോപ്പിൽ വരും, QS-നെ പുറത്തുകൊണ്ട് വരുമ്പോൾ ഡൗണിൽ വരും. T/J is equal to J/R. ഓക്കെ. ഈ J/R എന്നുള്ള ടൈമിനെയാണ് J/R is a constant and it is called, like is known as polar modulus of section. Polar modulus of section. Okay, അതായത് J/R polar moment of inertia by radius of shaft. ഈ ഒരു ഡാറ്റയാണ് polar modulus of section എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഇതുമായി ബന്ധപ്പെട്ട അടുത്തൊരു ടേം എന്നുള്ളത് ടോർഷണൽ റിജിഡിറ്റി. ടോർഷണൽ റിജിഡിറ്റി T/J is equal to G θ/L. അതായത് നമ്മുടെ ഇക്വേഷൻ T/J is equal to QS/R is equal to G θ/L. ഇതിൽ നിന്ന് നമ്മൾ ഈ ഒരു സെറ്റ് എടുത്തു, T/J is equal to G θ/L എന്നുള്ള ഇക്വേഷൻ എടുത്തു. ഞാൻ ഈ ജീനാണ് നിർത്തിയിട്ട് ബാക്കിയെല്ലാം കൊണ്ടുകൊണ്ട് പോകുന്നു. T into L, ഈ L-നെ കൊണ്ടുപോയി. ദെൻ തീറ്റ താഴോട്ട് വന്നു, ഇവിടെ ബാലൻസ് ഉള്ളത് G ആണ്. ഈ J നെ ഇക്വേഷന്റെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി. GJ. ഓക്കെ. GJ, ഈ GJ എന്നുള്ള ടേമിനെയാണ് GJ is equal to ടോർഷൻ റിജിഡിറ്റി. ടോർഷൻ റിജിഡിറ്റി. ഓക്കെ. ഇതിലൊരു കേസ് കൂടെ പറയാനുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ L is equal to 1 meter length, theta is equal to ആംഗിൾ എന്നുള്ളത് 1 റേഡിയൻ, ഒക്കെ യൂണിറ്റ് വാല്യൂ ആണെന്നുണ്ടെങ്കിൽ L is equal to 1 meter, theta is equal to 1 റേഡിയൻ. ഓക്കെ. ഇങ്ങനെ വരുന്ന കേസിൽ ഇക്വേഷനിൽ മാറ്റം വരും. T into L, L എന്ന് പറഞ്ഞാൽ 1 ആണ്, theta is equal to 1 റേഡിയൻ. അപ്പോൾ T is equal to ബാലൻസ് ഉള്ളത് GJ. ഓക്കെ. ആക്ച്വലി ഇതിനെയാണ് നമ്മൾ GJ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടോർഷൻ റിജിഡിറ്റി എന്ന് പറയുന്നത്. ടോർഷൻ റിജിഡിറ്റി. ടോർഷനിറ്റി GJ. ഓക്കെ. GJ എന്നുള്ള ടൈമാണ് ടോർഷൻ റിജിഡിറ്റി. ടോർഷൻ റിജിഡിറ്റി ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ തീറ്റ 1 റേഡിയനും ലെങ്ത് 1 മീറ്റർ എന്നുള്ള കേസ് അച്ചീവ് ചെയ്യണം. അങ്ങനെ വരുന്ന കേസിലാണ് GJ ടോർഷൻ റിജിഡിറ്റി എന്നുള്ള ടൈം ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തിയറി പാർട്ടിൽ വരാനുള്ളത്. ഇനി ഒരു കാര്യം കൂടി ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പവർ ട്രാൻസ്മിറ്റഡ് ബൈ എ സർക്കുലർ സെക്ഷൻ. പവർ ട്രാൻസ്മിറ്റഡ് by a circular section.
power is equal to 2 pi nt by 60 into 1000 kilowatt. Okay. ഇതില് P is equal to എന്ന് പറഞ്ഞാൽ P എന്ന് പറഞ്ഞാൽ പവർ, N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റവല്യൂഷൻ RPM, അതായത് RPM റവല്യൂഷൻ പെർ മിനിറ്റ്, എത്ര റൊട്ടേഷൻ പെർ മിനിറ്റ് എന്നുള്ളതാണ് റവല്യൂഷൻ പെർ മിനിറ്റ്. ആ ഡാറ്റയാണ് N. T എന്ന് പറഞ്ഞാൽ ടോർക്ക്, നമുക്ക് അറിയാവുന്നതാണ്. ദെൻ 60, അങ്ങനെയാണ് ഡാറ്റ വരിക. 16/1000, 16 വരാൻ കാരണം കിലോ വാട്ടിലാക്കാൻ വേണ്ടിയിട്ടാണ്, പവറിന് കിലോ വാട്ടിലാക്കാൻ വേണ്ടിയിട്ടാണ്. നോർമലി ഈ ഒരു കിലോ വാട്ടിലാണ് നമ്മൾ സോൾവ് ചെയ്യാറുള്ളത്. ആ കാര്യം കൂടി ശ്രദ്ധിക്കുക. ഓക്കെ. P is equal to 2 pi nt by 60 into 1000. ഈ പൈയുടെ വാല്യൂ എപ്പോഴും റേഡിയൽ ആയിരിക്കണം. ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ P is equal to 2 pi nt by 60 into 1000. ഈ പവർ N RPM റവല്യൂഷൻ പെർ മിനിറ്റ്, T ടോർക്ക്. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് തിയറി പാർട്ടിൽ വരുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. തിയറി കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട അസംപ്ഷൻ മനസ്സിലാക്കുക. ടോർഷൻ എന്താണ്, പ്യുവർ ടോർഷൻ എന്താണ്, അതുപോലെ തന്നെ അതിന്റെ അസംപ്ഷൻസ്, ഇക്വേഷൻ മനസ്സിലാക്കുക, ഓരോ ടേം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു തിയറി പാർട്ട് കംപ്ലീറ്റ് ആയി. ഇങ്ങനെ ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. ഈ ഒരു കാര്യങ്ങൾ മനസ്സിലായെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ ടോപ്പിക്കുമായിട്ട് അടുത്ത് കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു.